ഈ രോഗം ഇത് നിന്റെ ജീവിതത്തിൽ മരണം നീ അവസാനമാണെന്ന് കരുതുന്നെങ്കിൽ അതിൽ അവസാനിക്കാനുള്ളതല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, ഈ രോഗം, ഈ കഷ്ടപ്പാട് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഇത് ഇങ്ങനെ ഈ ഒരു പ്രശ്നം, നീ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട്, ദുരിതം, ഇതിൽ നിന്റെ ജീവിതം മുങ്ങിത്തീരാനുള്ളതല്ല. ഹല്ലേലൂയാ. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ്. ഇതൊരു അവസാനമല്ല. അപ്പൊ ചിലർ ചിന്തിക്കുന്നുണ്ട്, അയ്യോ അവസാനമല്ല, അപ്പൊ ഇനിയും വരുന്നുണ്ടോ? അതല്ല, മറിച്ച് നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ ഒരു ഭാരം, ഇതൊരു മറ്റൊരു മിറക്കിളിലേക്ക്, മറ്റൊരു അനുഭവത്തിലേക്ക് ദൈവം എത്തിക്കും. അതാണ് രണ്ടാമത്തെ സന്ദേശം വചനം പറയുന്നത്. പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന് അനുഭവിക്കുന്ന ഈ തകർച്ചയിലൂടെ വലിയൊരു ദൈവ മഹത്വം, ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മൾ നമ്മുടെ കൺവെട്ടത്ത് തന്നെ നമ്മൾ അനുഭവിക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു ത്യാഗം, വേദന, രോഗം, പീഡ, ഇതിൻ്റെ മറുവശം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയും, അനുഭവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രോഗത്തിന് മറുവശമുണ്ട്, ഇന്നത്തെ ക്ലേശത്തിനൊരു മറുവശമുണ്ട്. അതൊരു ദൈവ മഹത്വത്തിനുള്ളതാണ്. ഒരു കുറവ്, ഒരു രോഗം, ഒരു പീഡ, അതെന്തിനുള്ളതാണ്? ദൈവ മഹത്വത്തിനുള്ളതാണ്. ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, കാനായിലെ വിവാഹ വിരുന്ന്. ആ വീട്ടിൽ എന്തു പറ്റി? വീഞ്ഞു തീർന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നാണക്കേട്, മാനക്കേട്, ആ വീട്ടിലെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റി. അതൊരു കുറവല്ലേ? അതൊരു പ്രശ്നമല്ലേ? അതൊരു നാണക്കേടല്ലേ? അതെ. എന്നാൽ അതിനെ ദൈവം എന്താക്കി മാറ്റി? ഒരു മഹത്വമാക്കി മാറ്റി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഈ അത്ഭുതം ഇതൊരു അടയാളമാണ്. എന്തിനുള്ള അടയാളം? ദൈവ മഹത്വത്തിനുള്ള അടയാളം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നീ അതങ്ങ് വിശ്വസിക്കുക, ഇതങ്ങ് ഏറ്റെടുക്കുക. ഏത് വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നെങ്കിലും, എത്ര വലിയ രോഗപീഠയിലൂടെ കടന്നു പോകുന്നെങ്കിലും, ഈ ഒരു വിഷയം, ഇതിലൂടെ ദൈവം ഇടപെടുന്നു, ദൈവമഹത്വം സംഭവിക്കുന്നു, ഇതൊരു അവസാനമല്ല എന്ന് പ്രഖ്യാപിക്കണം.